بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله نبينا محمد وعلى آله وصحبه الفائزين برضا الله. സൂറത്ത് ഫാത്തിറിലെ 43-ാമത്തെ ആയത്ത് വരെ നമ്മൾ അവസാനമായി എടുത്തത്. ആയത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് അവിശ്വാസികളായ ആളുകൾ അവർ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു. എന്താ പറയാ? ലഇൻ ജാഅഹും നദീറുൻ ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. ഞങ്ങളിലേക്കൊരു മുന്നറിയിപ്പുകാരൻ, ഒരു താക്കീതുകാരൻ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വരികയാണെങ്കിൽ, ഞങ്ങളെന്ത് ചെയ്യും? മറ്റെല്ലാ സമൂഹങ്ങളെക്കാളും ഉപരിയായി അവരിലെ മാർഗദർശനം ഉൾക്കൊണ്ട ആളുകളെക്കാൾ കൂടുതൽ മാർഗദർശനം ഉൾക്കൊണ്ട ആളുകളായി ഞങ്ങൾ മാറും. അവർ സത്യം ചെയ്ത് പറയാറുണ്ട്. പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കൊരു മുന്നറിയിപ്പുകാരനെ ഫലമ്മാ ജാഅഹും നദീറുൻ മാ സാദഹും ഇല്ലാ നുഫൂറ, അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നാലുള്ള അവസ്ഥ എന്താണ്? ആ താക്കീതുകാരൻ അവരെ കളവാക്കും, അല്ലെ? അവർ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവില്ല. തീർത്തും നിഷേധികളായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ നിഷേധ കാലത്തിൽ മാ സാദഹും ഇല്ലാ നുഫൂറ, ഒരു വിരണ്ടോട്ടമല്ലാതെ മറ്റൊന്നും അവർക്ക് വർദ്ധിപ്പിക്കുകയില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത കാണിച്ചതുപോലെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ, മനസ്സിലാക്കാതിരിക്കാൻ അതെന്ത് ചെയ്തു? അവരുടെ ചെവികളിലേക്ക് അവരുടെ വിരലുകൾ തിരികെ കയറ്റി വസ്ത്രം മൂടിയിട്ടിരിക്കുവാൻ, കാണാതിരിക്കാൻ. അപ്പൊ ഇങ്ങനെ അവരുടെ ഒരു സത്യം ചെയ്യും. പക്ഷെ അതിൽ എന്തില്ല? ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം 43-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇസ്തിക്ബാറുൻ ഫിൽ അർദി വമക്റ സയ്യ്. ഇങ്ങനെ സത്യത്തിൽ നിന്ന് അവർ അകന്നു പോകാനുള്ള, അല്ലെങ്കിൽ സത്യനിഷേധികളായി മാറാനുള്ള കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഭൂമിയിൽ അവർ അഹങ്കാരികളായി മാറി എന്നുള്ളതാണ്. അപ്പൊ അഹങ്കാരം എന്നുള്ളത് മനുഷ്യനെയും സത്യത്തിൽ നിന്ന്, നന്മകളിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു ദുർഗുണമാണെന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞതാണ് ഓ മക്റ സയ്യ് എന്നുള്ളതാണ്. അവരുടെ മോശപ്പെട്ട കുതന്ത്രം, പ്രവാചകന്മാർക്കെതിരെയൊക്കെ അവർ പല നിലക്കുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അപ്പൊ ഈ കാരണങ്ങളാലാണ് അവരിലേക്ക് നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന സത്യം ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ അവർ പിറകിലാകാനുള്ള കാരണമാണ്. ആ തന്ത്രങ്ങളുടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്താണ് അത്? ആ മക്റുസയ്യ്, ദുഷിച്ചതായ ആ ഒരു കുതന്ത്രം അതിന്റെ ആളുകളിലല്ലാതെ ഒന്നും ഭവിക്കുകയില്ല. അതിന്റെ പരിണത ഫലം അവരെന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. അതാണ് ചോദ്യം. പൂർവികർക്ക് വന്ന ആ ഒരു ശിക്ഷാ നടപടിയല്ലാതെ വേറെ എന്തെങ്കിലും ഇവർക്ക് കാത്തിരിക്കാനുണ്ടോ? ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്തരം നടപടിക്രമമാണ്, ശിക്ഷാ നടപടി, പ്രതികാര നടപടി, അത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അതിലെന്തുണ്ടാവില്ല? ഒരു തഹ്വീലും ഒരു തബ്ദീലും ഉണ്ടാവുകയില്ല. ഒരു മാറ്റം വരുത്തലോ
അല്ലെങ്കിൽ ഒരു ഭേദഗതിയൊന്നും അള്ളാഹുവിന്റെ ആ സുന്നത്തിന് ഉണ്ടാവുകയില്ല. അതായത് ആ ശിക്ഷ അവരിൽ തന്നെ എന്ത് ചെയ്യും, വന്നുഭവിക്കും എന്നുള്ളതാണ്. ആ ശിക്ഷ വേറെ എന്തെങ്കിലും ഒരു മാറ്റം അതിനൊരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അതുവരെ നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത്, ഈ സൂറത്തിൽ നമുക്ക് 2 ആയത്തിനാണ് ബാക്കിയുള്ളത്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض وما كان الله ليعجزه من شيء في السماوات ولا في الأرض. وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى. فإذا جاء أجلهم فإن الله كان بعباده بصيرا. فإذا جاء أجلهم فإن الله كان بعباده بصيرا. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم
അവലം യസീറു ഫിൽ അർദ്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന പല സൂറത്തുകളിലും ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗമാണ്. അഫലം യസീറു എന്ന് പറഞ്ഞാൽ സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. ഒരു ചോദ്യം, അവലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ? ഈ അവരാരാണ്? ഈ ശപഥം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നിഷേധികളായ ആളുകൾ. അതായത് ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വരികയാണ് എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിർഭാഗ്യങ്ങളായി ഞങ്ങൾ ആ നദീറിന്, ആ മുന്നറിയിപ്പുകാരനെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറെന്നൊക്കെ ശപഥം ചെയ്ത ആളുകളാണ്. പക്ഷെ വന്നപ്പോൾ നേരെ തിരിഞ്ഞവർ. അപ്പൊ അങ്ങനെയുള്ള അവിശ്വാസികളോട് എന്ത് പറയണേ? അവലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ? ഫിൽ അർദ്, ഭൂമിയിലൂടെ. ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, മുൻകാല സമൂഹങ്ങളെ അവരുടെ നിഷേധത്തിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായ ശിക്ഷകളാൽ അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നശിപ്പിക്കപ്പെട്ട നാടുകൾ, മക്കൾക്ക് അടുത്തുള്ള പല നാടുകളായിട്ടുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ അവർ യാത്ര പോകാറുണ്ട്. കച്ചവടത്തിനും മറ്റുമായിട്ടൊക്കെ യാത്രകൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ അവർ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നില്ലേ, സഞ്ചരിക്കാറില്ലേ? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ഫയൻദുറു, അപ്പോൾ അവർക്ക് നോക്കാമല്ലോ, അല്ലെങ്കിൽ കാണാമല്ലോ. നദറ എന്നാൽ നോക്കി, യൻദുറു നോക്കുന്നു, ഫയൻദുറു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് നോക്കാം അല്ലെങ്കിൽ അവർക്ക് കാണാമല്ലോ എന്ന അർത്ഥത്തിലാണ്. എന്ത്? കൈഫ കാന, എങ്ങനെയായിരുന്നു എന്നുള്ളത്. കൈഫ കാന, എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. എന്താണ് ആഖിബത്ത് എന്ന് പറഞ്ഞാൽ? ആഖിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം അല്ലെങ്കിൽ ഒടുക്കം. അപ്പൊ ആഖിബത്തുൽ ലദീന, ലദീന ഒരു കൂട്ടരുടെ, മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ള. അപ്പൊ അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം, ഇവരെ പോലെ നിഷേധികളായി മാറിയ പ്രവാചകന്മാരെ പരിഹസിക്കുകയും കളിയാക്കുകയും ദൈവികമായ ദൃഷ്ടാന്തങ്ങളെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുകയും ചെയ്ത ആ നിഷേധികൾ, അവരെ റബ്ബ് എങ്ങനെയാണ് അവസാനം പിടികൂടിയത്, അവരുടെയൊക്കെ അന്ത്യം, അവരുടെ പര്യവസാനം, ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അപ്പൊ കാണാം, അല്ലേ? കാരണം അവർക്കറിയാം മുൻകാല സമൂഹങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതും എങ്ങനെയാണെന്നും ആ ശിക്ഷ എങ്ങനെയായിരുന്നു ഒക്കെ അവര് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കറിയാം, ബോധ്യമാണ്. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്ക് നോക്കിക്കാണും. എങ്ങനെയാണെങ്കിൽ അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കും, എന്താണ്, ഞങ്ങളെപ്പോലെയുള്ള ഒരു ജനത ഇവിടെ താമസിച്ചിരുന്നു, അല്ലേ? പക്ഷെ ഇന്ന് അവരുടെ കാണാനില്ല. എന്തേ കാരണം? അല്ലാഹു അവരെ ശിക്ഷ കൊണ്ട് ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തു. അപ്പൊ അതിന്റെ കാരണങ്ങൾ, ആ ശിക്ഷ അവർക്ക് വരാനുള്ള അല്ലെങ്കിൽ അവരെ ബാധിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുകയും അവരെന്ത് ചെയ്യും? ജീവിതത്തിൽ അവർ മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിൽ അത്തരം നാടുകളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ എന്നുള്ളതാണ്. ഒന്ന് നോക്കി, അവലം യസീറു, അവർ സഞ്ചരിക്കാറില്ലേ ഈ നിഷേധികൾ, ഫിൽ അർദി ഭൂമിയിൽ, ഫയൻദുറു അപ്പോൾ അവർക്ക് കാണാം, കൈഫ കാന ആഖിബ എങ്ങനെയായിരുന്നു പര്യവസാനം എന്നുള്ളത്, അല്ലദീന ഒരു കൂട്ടരുടെ, മിൻ ഖബ്ലിഹിം ഇവരുടെ മുമ്പുള്ളവരുടെ, വകാനു അശദ്ദ മിൻഹും ഖുവ്വ വകാനു അവരായിരുന്നു, ആര്? ഈ നശിപ്പിക്കപ്പെട്ട മുൻ സമൂഹത്തിലെ ആളുകൾ അവരായിരുന്നു, ആ ജനതയായിരുന്നു.
അശദ്ദ മിൻഹും ഖുവ്വ. അശദ് എന്ന് പറഞ്ഞാല് നല്ല ഊക്കുള്ളവർ അല്ലെങ്കിൽ കഠിനമായുള്ളവർ. ഷദീദ് എന്നതിന്റെ ഇസ്മു തഫ്സീലാണ് അശദ്. ഷദീദ് എന്ന് പറഞ്ഞാൽ ഷദീദ് എന്ന് പറഞ്ഞാൽ അദാബും ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ. ഏറ്റവും കഠിനമായത്, ഏറ്റവും ഊക്കേറിയത് എന്നാണ് എന്റെ അർത്ഥം അശദ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ വക്കാനും അവരായിരുന്നു അശദ്ദ മിൻഹും, ഇവരെക്കാൾ കഠിനന്മാരായിരുന്നു, ഊക്കുള്ളവരായിരുന്നു. എന്തിൽ? ഖുവ്വത്തൻ, ശക്തിയിൽ. അപ്പൊ ശക്തിയുടെ കാര്യത്തിൽ ഇവരെക്കാൾ കരുത്തുള്ളവർ, ഇവരെക്കാൾ ഊക്കുള്ളവരായിരുന്നു. എന്നിട്ടും അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി എന്നുള്ളതാണ്. വക്കാനും അവരായിരുന്നു അശദ്ദ മിൻഹും, ഇവരെക്കാൾ ഊക്കുള്ളവരായിരുന്നു. ഖുവ്വത്തൻ, എന്തില്? ശക്തിയാൽ, അല്ലെ, ബലത്താൽ അവര് അശദ്ദായിരുന്നു എന്നുള്ളത്, ഉൾക്കൊള്ള ആളുകളായിരുന്നു. അപ്പൊ മുൻ സമൂഹങ്ങളൊക്കെ, ആദ്, സമൂഹ ഗോത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് നല്ല ആകാര സൗഷ്ഠമുള്ള ആൾക്കാരാണ്. പാറകൾ തുരന്ന് രണ്ട് മലകൾക്കിടയിൽ അവർ വലിയ പാറ കൊണ്ടുവന്ന് വെച്ചിട്ട് വീടുണ്ടാക്കുന്ന ആൾക്കാരാണ്. രണ്ട് മലകളെ ചേർത്ത് വലിയ പാറകൾ. അന്ന് ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അവര് ചരിത്രത്തിൽ കാണാം അവരുടെയൊക്കെ തലകൾ വലിയ മിനാരത്തിന്റെ കുബ്ബ കണക്കായിട്ടാണ് അവരുടെ തലകളൊക്കെ. അത്ര ശക്തന്മാരായ ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷകളിലൂടെ എങ്ങനെ കീഴ്മേൽ മറിച്ചുകൊണ്ട്, തൂഫാനിലൂടെ, അതേപോലെ തന്നെ ചരൽ വർഷം, ഇങ്ങനെ വ്യത്യസ്തമായ ശിക്ഷകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി ഭൂമിയിൽ നിന്ന് അവരെന്തെയ്തു? നിഷ്കാസിതരായിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നവർ, സത്യനിഷേധികൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെക്കാളൊക്കെ ഊക്കുള്ള ആളുകളൊക്കെ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കും ഇതേ ഒരു ഗതി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. وما كان الله ليعجزه من شيء في السماوات ولا في الأرض. وما كان الله അല്ല ലിയുഅ്ജിസഹു. എന്താ അഅ്ജസ യുഅ്ജിസു? ഇഅ്ജാസ് എന്ന് പറയും. എന്താണ് ഇഅ്ജാസ് എന്ന് പറഞ്ഞാല്? ഇഅ്ജാസ് ഖുർആനിൽ പറയും, ഖുർആന്റെ മാനുഷികത. അഅ്ജസ എന്ന് ശരിക്ക് അശക്തമാക്കി എന്നാണ് അതിനർത്ഥം, പരാജയപ്പെടുത്തി എന്നൊക്കെയാണ് അഅ്ജസ എന്നാണ്. അപ്പൊ വമാ കാന അല്ലാഹു അല്ല ലിയുഅ്ജിസഹു, എന്താണ്? അവരെ അശക്തമാക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അശക്തമാക്കാൻ, പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. മിൻ ഷൈഇൻ, യാതൊന്നിനും, അല്ലെ, യാതൊന്നിനും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഫിസ് സമാവാതി, ആകാശങ്ങളിൽ, വലാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതാകട്ടെ. അപ്പൊ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവിനും എന്താണ്? അള്ളാഹുവിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. നോക്കി, വമാ കാന അല്ലാഹു, അല്ലാഹു അല്ല, ലിയുഅ്ജിസഹു, അവരെ പരാജയപ്പെടുത്താൻ, മിൻ ഷൈഇൻ, യാതൊന്നിനും തന്നെ, ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ള, വലാ ഫിൽ അർദ്, ഭൂമിയിലുമില്ല. അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്ത് പറയാനുള്ള കാരണം എന്താണ്? ഈ ആയത്ത് മക്കയിലുള്ള മുശ്രിക്കുകൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഒരു ശിക്ഷയെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുമ്പോൾ അവർ പറയും, ഇതിൽ അജ്ജില്ലെന്നാണ്, ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവുക, വേഗത്തിലാക്കുക, ഞങ്ങളത് കാണട്ടെ. ഇങ്ങനെ ശിക്ഷ ഇറന്ന് വാങ്ങിയിരുന്ന ടീമായിട്ട് വരും. മുൻകാല സമൂഹത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്.
അല്ലേ? ഇപ്പോ പിന്നെ സമൂഹ ഗോത്രത്തിലെ പിന്നെ മഹാനായ സ്വാലിഹ് നബിയോടൊക്കെ ആ സമൂഹത്തിലുള്ള ആളുകൾ ഇങ്ങനെ ശിക്ഷ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ആ ശിക്ഷ ഞങ്ങളിലേക്ക് വേഗം കൊണ്ടുവന്നതാ, ഞങ്ങളത് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടേണ്ടതില്ല. ആ ശിക്ഷ എന്ത് ചെയ്യും? അത് വരുന്ന സമയത്ത് വരും. നിങ്ങളുടെ മുൻ സമൂഹങ്ങളൊക്കെ ഇതേപോലെ ശിക്ഷയ്ക്ക് വേണ്ടി യാചിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കൊക്കെ അവസാനമായ ശിക്ഷ അവരെ വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? ഭൂമിയിലൂടെ സഞ്ചരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ അള്ളാഹുവിനെ മാത്രമല്ല, അള്ളാഹിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. ഇന്നഹു തീർച്ചയായും അവൻ, കാന അലീമൻ അള്ളാഹിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആകാശങ്ങളിലോ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും ഒരാൾക്കും അള്ളാഹിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്നഹു, കാരണം അവൻ കാന അലീമൻ, അവനാരാണ്? അലീമാണ്, സൂക്ഷ്മമായി അറിയുന്നവൻ, എല്ലാം അറിയുന്നവനാണ്. അവന്റെ അടിമകളെ കുറിച്ച് എല്ലാ ചരാചരങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അറിയാൻ കഴിവുള്ളവനാണ്. അതാണ് അലീമ എന്നാണ്. ഖദീറ, എല്ലാറ്റിനും കഴിയും. അല്ലെ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലെ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ, ഖുദ്റത്തുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം നോക്കാം. അവലം യസീറു, അവർ സഞ്ചരിച്ചിട്ടില്ല അല്ലെങ്കിൽ സഞ്ചരിക്കാറില്ലേ? ഫിൽ അർള്, ഭൂമിയിലൂടെ. ഫയൻദുറു, അപ്പോൾ അവർക്ക് കാണാമായിരുന്നു. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, കൈഫ എങ്ങനെയാണ്, കാന ആഖിബത്തു പര്യവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അല്ലദീന ഒരു കൂട്ടരുടെ, മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുള്ളവരുടെ, വകാനു അവരായിരുന്നു, അശദ്ദ മിൻഹും ഇവരെക്കാൾ ഊക്കുള്ളവരായിരുന്നു, ശക്തന്മാരായിരുന്നു, കഠിനന്മാരായിരുന്നു, ഖുവ്വത്തൻ എന്തിനാൽ? ശക്തിയാൽ. വമാ കാന അല്ലാഹു, അല്ലാഹു അല്ല, ലിയുഅ്ജിസഹു അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല, മിൻ ഷൈഇൻ യാതൊന്നും തന്നെ, ഫിസ് സമാവാതി ആകാശങ്ങളിലാകട്ടെ, വലാ ഫിൽ അർദി ഭൂമിയിലാകട്ടെ. ഇന്നഹു തീർച്ചയായും അവൻ, കാന അലീമൻ ഖദീറ അവൻ എല്ലാം അറിയുന്നവനാണ്, അതോടൊപ്പം തന്നെ എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു മാ തറക അലാ ളാഹിരിഹാ. ഇനി ഈ ആയത്തെ അവസാനത്തെ സൂറത്തുൽ ഫാത്തിഹ അവസാനത്തെ ഒരായത്താണ്. ഈ ആയത്തിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്ഷമയെ സംബന്ധിച്ചാണ്. റബ്ബിന്റെ അവധാനത എത്രത്തോളമാണ് എന്നുള്ളതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലെ? അള്ളാഹുവിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടും അള്ളാഹു എന്ത് ചെയ്യണം? ക്ഷമിക്കണേ. അല്ലെ? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ നോക്കി. വലൗ യുആഖിദുല്ലാഹ്, എന്താണ് യുആഖിദു എന്ന് പറഞ്ഞാൽ പിടികൂടുക എന്നർത്ഥം. അപ്പോ ലൗ യുആഖിദു അല്ലെ വലൗ യുആഖിദ് എന്ന് പറഞ്ഞാൽ പിടികൂടുകയാണെങ്കിൽ, അള്ളാഹു പിടികൂടുകയാണെങ്കിൽ, അന്നാസ ജനങ്ങളെ, ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ജനങ്ങള്? ഈ ശിക്ഷാർഹരായ ആളുകൾ, വിശ്വാസികൾ, അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ, ബിമാ ഒന്നിന്റെ പേരിൽ, കസബു, കസബ എന്ന് സമ്പാദിച്ചു. ഇപ്പൊ കസബു എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിച്ചു. ഇപ്പൊ ബിമാ കസബു അവർ സമ്പാദിച്ചതിന് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ, മാ തറക അലാ ളാഹിരിഹാ മിൻ ദാബ്ബ, അല്ലെ? ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ, അക്രമം, അതിനനുസരിച്ച് ഓരോരുത്തരും പിടികൂടിയിരുന്നുവെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുമ്പോ? ഓരോരുത്തരും ചെയ്യുന്ന തിന്മ അത്രത്തോളം
ആ സമയത്ത് തന്നെ അള്ളാഹു അവരെ ശിക്ഷ കൊണ്ട് പിടികൂടിയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല, അല്ലെ? പക്ഷെ അള്ളാഹ് എന്ത് ചെയ്യണം? എല്ലാം ക്ഷമിച്ച് അവധാനതയോടുകൂടി നിൽക്കുകയാണ് ചെയ്യണത്. മാ തറക്ക, തറക്കാണെന്നാണ് തറക്ക ചോർക്കും ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. അതിനു മുമ്പ് മാ വന്ന് ഇവിടെ ഇല്ല എന്നർത്ഥമാണ്. അപ്പൊ മാ തറക്കുന്ന ഉപേക്ഷിക്കുകയില്ല, വിട്ടേക്കുകയില്ല. അലാ വഹിരിഹ, വഹിർ എന്ന് പറഞ്ഞാല് ശരിക്ക് ഉപരിയാണ്, ഉപരിതലം. ആ ഹ എന്നുള്ള തോന്നിയത് ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൂമിക്ക് മീതെ, ഭൂമിക്ക് ഉപരിയില് വിട്ടേക്കുമായിരുന്നില്ല. മിൻ ദാമ്പത്ത്, ദാമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദബ്ബ യദിബു എന്ന വാക്കിൽ നാം ദാമ്പത്ത് ഉണ്ടായിട്ടില്ല. ദബ്ബ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെ എഴഞ്ഞു പോകണം, എഴഞ്ഞ് സഞ്ചരിക്കുന്നതിനാണ് എന്താ പറയാ, ദബ്ബ എന്ന് പറയാം. അപ്പൊ എല്ലാ ജന്തുക്കളും അനർത്ഥത്തിലാണ്. ഭൂമിക്ക് മുകളിൽ പറക്കുന്ന, ഇഴഞ്ഞു നടക്കുന്ന എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജന്തുക്കളും എന്ന അർത്ഥത്തിലാണ് അവിടെ ദാമ്പത്ത് ഉപയോഗിച്ചത്. അപ്പൊ മാ തറക അലാ ദഹരിഹ മിൻ ദാമ്പത്തി, ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അല്ലാഹു വിടുമായിരുന്നില്ല, ഉപേക്ഷിക്കുമായിരുന്നില്ല. വലാകിൻ, പക്ഷേ യുഅഖിറുഹും, അഖറന ഖദ്ദമുണ്ട്, അഖറന ബിമാ ഖദ്ദമ വഅഖറ. ഖദ്ദമ ബന്ധിപ്പിക്കുക, ഖദ്ദമ ബന്ധിപ്പിക്കുക, അല്ലേ? തഖ്ദീം തഅഖീർ, നമ്മൾ ജമ്മ നിസ്കാരത്തിന്റെ ജമ്മ പറയും, ജമ്മ തഖ്ദീം ജമ്മ തഅഖീർ. അപ്പൊ അഖറ യുഅഖിർ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക. യുഅഖിറുഹും അവരെ ബന്ധിപ്പിക്കും. വലാകിൻ, പക്ഷേ യുഅഖിറുഹും അവൻ അവരെ ബന്ധിപ്പിക്കുന്നു. ഇലാ അജലി, അജൽ എന്ന് പറഞ്ഞാല് അവധി. അപ്പൊ ഇലാ അജൽ എന്ന് പറഞ്ഞാൽ ഒരു അവധിയിലേക്ക്, ഒരു അവധി വരെ എന്ത് ചെയ്യുന്നു? അള്ളാഹു അവരെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുള്ള അവധിയാണ്? മുസമ്മ, നിർണിതമായ. അപ്പൊ നിർണിതമായ ഒരവധി വരെ, നിർണയിക്കപ്പെട്ട ഒരവധി വരെ അള്ളാഹു എന്ത് ചെയ്യാണ്? അവരെ ബന്ധിച്ചു വെക്കുകയാണ്. കാരണം അവർ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണില്ല, അങ്ങനെ ഒരു സമൂഹത്തെയും അള്ളാഹു പിടികൂടി ശിക്ഷിച്ചില്ല, അല്ലേ? വലിയ അക്രമം അള്ളാഹുനോട് ചെയ്തിട്ട് പോലും അള്ളാഹു എന്ത് ചെയ്യണം? അവർക്ക് മാറാനും ചിന്തിക്കാനും ഉള്ള സമയം അള്ളാഹു നൽകുന്നുണ്ട്, അല്ലെ? പ്രവാചകന്മാരയക്കുന്നു, അതേപോലെ തന്നെ വേദങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യമാക്കി കൊടുക്കുന്നു, ചരിത്രങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തണം, അതിൽ നിന്ന് അവരെ മനം മാറ്റണം എന്ന നിലക്ക് അള്ളാഹു അവർക്കിങ്ങനെ സമയം ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരിക്കലും അവർ മാറാൻ തയ്യാറാകുന്നില്ല എന്ന് കാണുമ്പോഴാണ് അന്ന് എന്ത് ചെയ്യാ, അവരെ പിടികൂടുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. വലാകിൻ, പക്ഷേ യുഅഖിറുഹും അവർക്ക് അവരെ ബന്ധിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുന്നു. ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിതമായ ഒരു അവധി വരെ അവരെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? എന്താണ്? ഒരു വിനാടിയുടെ സമയം പോലും പിന്നീട് അള്ളാഹു ബന്ധിക്കൂല, ചിന്തിക്കൂല. ആ സമയത്ത് അവരെന്ത് ചെയ്യും? പിടികൂടുന്നതാണ്. അങ്ങനെ ഇദാ ജാഅ, വന്നാൽ, അജലുഹും അവരുടെ ആ അവധി, അള്ളാഹു നിർണയിച്ച ബന്ധിപ്പിച്ച ആ അവധി ഉണ്ടല്ലോ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ്, അപ്പോൾ തീർച്ചയായും അള്ളാഹു കാന ബിഇബാദിഹി, അവനവന്റെ അടിമകളെ കുറിച്ച് ബസീറ, കണ്ടറിയുന്നവനാണ്, അല്ലെ? അപ്പൊ അള്ളാഹു ആരെയാണ് ശിക്ഷിക്കേണ്ടത്, ആരെയാണ് രക്ഷപ്പെടുത്തേണ്ടതൊക്കെ അള്ളാഹു കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിനനുസരിച്ച് അള്ളാഹു ചെയ്യും, അവൻ ചെയ്യുന്നതാണ്. അപ്പൊ ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം നോക്കി. വലൗ യുആഖിറുല്ലാഹു, അള്ളാഹു പിടികൂടിയിരുന്നുവെങ്കിൽ,
അന്നാസ ജനങ്ങളെ ബിമാ കസബു അവർ സമ്പാദിച്ചത് നിമിത്തം. അവർ സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ അവിടെ അവർ പ്രവർത്തിച്ച ആ തിന്മയുടെ ഫലമായി അള്ളാഹു അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ മാ തറക്ക എന്താണ് ഉപേക്ഷിക്കുമായിരുന്നില്ല അലാ വഹിയ എന്താണ് അലാ വഹിയ അതിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിക്ക് മീതെ അള്ളാഹു ഉപേക്ഷിക്കുമായിരുന്നില്ല മിൻ ദാബത്ത്. അവിടെ മിന്നിന്റെ പ്രത്യേകത എന്താണ് ദാബത്ത് പിന്നെ ജന്തു എന്നൊക്കെ നടത്താം, അല്ല ജീവികൾ എന്നൊക്കെ നടത്താം. ഒരു ജീവിയെയും എന്നതാണ് ഒരു ജന്തുവിനെയും അള്ളാഹു അവിടെ വിട്ടേക്കുമായിരുന്നില്ല. വലാകിൻ പക്ഷേ യുഅഖിറുഹും അള്ളാഹു അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇലാ അജലിൻ മുസമ്മ എന്താണ് ഒരു നിർണിതമായ അവധിയിലേക്ക്. ഫഇദാ ജാഅ അജലുഹും അവർക്കുള്ള അവധി വന്നാലോ ഫഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു കാന ബിഇബാദിഹി ബസീറ അവന്റെ അടിമകളെ കുറിച്ച് ബസീറ കണ്ടറിയുന്നവരാണ്. അല്ലെ? ഇപ്പൊ ഇവിടെ ബിമാ കസബു എന്നതിന് മുഫസ്സിറുകൾ നൽകുന്ന അർത്ഥം അവർ സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ ബിശിർകിഹിം വമആസിഹിം എന്നുള്ളതാണ്. എന്താണ് അവർ ചെയ്ത അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തത് കാരണത്താൽ. അതേപോലെ തന്നെ മഅസിയത്ത് എന്താണ് കുറ്റകൃത്യങ്ങൾ, തിന്മകൾ. അപ്പൊ അവർ ചെയ്ത തിന്മകൾ കാരണം, അവരുടെ ഭാഗത്ത് സംഭവിച്ച ആ ശിർക്ക് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ പിടികൂടുകയായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജീവിയും ഇവിടെ കാണുകയില്ല എന്നുള്ളതാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കാണാം. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. എങ്ങനെയാണ്? മാ അഹദുൻ അസ്ബറ അലാ അദൻ, അതായത് ഒരാളും തന്നെ ഇല്ല അസ്ബറ ഏറ്റവും നന്നായി ക്ഷമിക്കുന്ന, സ്വബറന ക്ഷമിച്ചു, അസ്ബറ നന്നായി ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല അലാ അദൻ എന്തിന്റെ പേരിൽ ഒരു പിന്നെ ഉപദ്രവം അല്ലെങ്കിൽ ഒരു പിന്നെ അള്ളാഹുവിനെ കുറിച്ച് അവരെ കുറിച്ചുള്ള ശല്യവാക്കുകൾ കേട്ടിട്ട് അതിന്റെ പേരിൽ ക്ഷമിക്കുന്നവൻ ഒരാളുമില്ല. മിന അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന ഒരാളുമില്ല എന്നാണ്. എന്തൊക്കെ പറഞ്ഞത് അല്ലെ? അള്ളാഹ്ക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്താണ്? അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആ വാക്കിനെ കുറിച്ച് സൂറത്ത് മറിയത്തിൽ കാണാം. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളത് ആകാശങ്ങൾ പൊട്ടിപ്പിളരാൻ, ഭൂമി വിണ്ടുകീറാൻ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ മാത്രം ഗൗരവമുള്ളൊരു വാക്കാണിത്. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ? ഓ ക്രിസ്ത്യാനികൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നു. ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാർ പറയുന്നു. മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന അല്ലെ, ഒരാൾക്കും ക്ഷമിക്കാൻ കഴിയാത്ത വാക്കുകളാണ് അവർ പറയുന്നത്. എന്നിട്ടും അന്ന് എന്ത് ചെയ്യാണ്? അതാണ് അവിടെ ആ ഹദീസിൽ പറഞ്ഞത്. ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്നു. എന്നിട്ട് റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകുന്നു. ആർക്ക്? ഇങ്ങനെയൊക്കെ പറയുന്ന റബ്ബ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും അത് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അള്ളാഹു എന്ത് ചെയ്യാണ്? ആഫിയത്ത് നൽകുന്നു. അവർക്ക് ആഹാരം അന്നം നൽകുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. റബ്ബിനോളം ക്ഷമിക്കുന്ന, റബ്ബിനോളം ഈ നിലക്ക് സഹനം അവലംബിക്കുന്ന ഒരാളും ഇല്ല എന്ന്. അത്രത്തോളം റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷമിക്കുന്നുണ്ട് അല്ലെ? അല്ലാതെ അവർ പറയുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹു അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
ആ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും അത് നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടായത്തിലാണ് നമ്മൾ അതോടുകൂടി ആ സൂറത്ത് അവസാനിക്കുന്നത്. ഇനി അതില് നമ്മൾ ഒരായത്തും നോക്കാണ്ട്, ആയത്തിന്റെ നമ്പർ ഞാൻ പറയാം. സൂറത്ത് നഹലിലെ 61-ാമത്തെ ആയത്ത് നഹലിലെ 273 273-ാമത്തെ 61-ാമത്തെ കണ്ട. നമ്മൾ നേരത്തെ ഓതിയ അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിഹ അവസാനത്തെ ആയത്തിനോട് ഒരു സാമ്യതയുള്ള ആയത്താണ്. ഓക്കെ, അള്ളാഹു പിടികൂടിയിരുന്നുവെങ്കിൽ അന്നാസ മനുഷ്യരെ ബിദുൽമി, അവിടെ എന്താ പറഞ്ഞേ? ബിമാ കസബു, അല്ലെ? അവർ സമ്പാദിച്ച് എന്താ പറഞ്ഞത്? അവിടെ നമ്മളെ വ്യാഖ്യാനം പറഞ്ഞതാണ് ശിർക്ക് അല്ലെങ്കിൽ മറ്റുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ ബിദുൽമി, അവരുടെ അക്രമം മൂലം, അതായത് ഏറ്റവും വലിയ അക്രമം ഇന്ന ശിർക ബിദുൽമി. അപ്പൊ അവരുടെ ദുൽമ കാരണം, അവരുടെ അക്രമം മൂലം അവരെ ഉടനടി പിടികൂടിയിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അവൻ വിട്ടേക്കുമായിരുന്നില്ല, അല്ലെ? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷെ അല്ലാഹു ഒരു നിർണിതമായ മുസമ്മ, ഒരു നിർണിതമായ ഒരു അവധിയിലേക്ക് അല്ലെങ്കിൽ അവധി വരെ അവൻ അവർക്ക് എന്താ ചെയ്യണം? അവൻ സമയം നീട്ടിക്കൊടുത്തത്, പിന്തിപ്പിച്ചു കൊടുത്തതാണ്, നന്നാവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫഇദാ ജാ അജലുഹും, അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ആ അജല മുസമ്മ, നിർണിതമായ ഒരു അവധി ഉണ്ടാകും. ആ അവധി വന്നെത്തി കഴിഞ്ഞാലോ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, പിന്നീട് അത് ഒരു നാഴിക നേരം പോലും അല്ലാഹു അത് വൈകിക്കൂല്ല, നേരത്തെയാക്കൂല്ല. കറക്റ്റ് സമയത്ത് ദൈവം അല്ലാഹുവിനെ പിടികൂടുന്നതാണ്. അതേപോലെ തന്നെ സൂറത്ത് അൽ-കഹ്ഫിലെ 58-ാമത്തെ ആയത്ത്. 58-ാമത്തെ ആയത്ത് 300-ാമത്തെ പേജ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വറബ്ബുക കണ്ടില്ല? 300-ാമത്തെ പേജ് സൂറത്ത് അൽ-കഹ്ഫിലെ 58-ാമത്തെ. വറബ്ബുക, നിന്റെ രക്ഷിതാവ്, അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ്, ദുർ റഹ്മ, കാരുണ്യമുള്ളവനാണ്. ലൗ യുനാഖിദുഹും ബിമാ കസബു, അവർ സമ്പാദിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടി അല്ലാഹു എടുത്തിരുന്നുവെങ്കിൽ ലഅജ്ജലഹുൽ അദാബ്, അല്ലാഹു അവർക്ക് ശിക്ഷ ഉടൻ നൽകും. അജ്ജലത്തായിട്ട്, വേഗത്തിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു, അല്ലെ? അത്രത്തോളം അവര് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൽ, എന്നാൽ ലഹും, അവർക്കുണ്ട്, മൗഈദ്, അവർക്ക് നിശ്ചിത സമയമുണ്ട്. മൗഈദ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിശ്ചിത സമയത്തിനും സ്ഥലത്തിനും എന്ത് പറയും? മൗഈദ് എന്ന് പറയും. അപ്പൊ നിശ്ചിതമായൊരു സമയം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അജല മുസമ്മ. മറ്റേ രണ്ടായത്തും പറഞ്ഞ അജല മുസമ്മ, നിർണിതമായ അവധി, അതാണ് ഇവിടെ മൗഈദ് എന്ന് പറഞ്ഞത്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല, ലൻ യജിദൂ, അവർ കണ്ടെത്തുകയില്ല, മിൻ ദൂനിഹി, അതിനെ പുറമെ, മൗഇല,
ഒരു രക്ഷ പ്രാപിക്കാവുന്ന ഒരു സ്ഥാനവും അവർ കണ്ടെത്തുകയില്ല. ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശിക്ഷയിൽ നിന്ന് കുതിരയോടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് അഭയം തേടാനുള്ള ഒരു അഭയ കേന്ദ്രം അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അല്ലെ? അത് അവരെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാഹു എന്താണ്? മനുഷ്യരോട് കരുണയുള്ളവരാണ്. അല്ലെ? അതുകൊണ്ട് തന്നെ അവനെ ക്ഷമിച്ചു. അവൻ ധാരാളം സമയം നമുക്ക് തരുന്നുണ്ട്. സമയം തരുന്നുണ്ട്, നന്മകൾ ചെയ്യാനുള്ള അനുകൂലമായ അവസരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ എന്ത് ചെയ്യാം? നന്മകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ ആ ശിക്ഷ കൊണ്ട് അല്ലാഹു പിടികൂടും അത്തരം സമൂഹങ്ങളെ എന്നുള്ളതാണ്. അതാണ് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതോടുകൂടി ആ സൂറത്ത് അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത് കബൂലാക്കുമാറാകട്ടെ. ഞാൻ അതിൽ ഒന്ന് രണ്ട് ആൾക്കാരെ നോക്കി. أولم يسيروا في الأرض فينظروا كيف كان أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه ولا في الأرض إنه كان عليما قديرا ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم فكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها
من دابة من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. أعوذ بالله من الشيطان الرجيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها അവിടെ അല എന്നുള്ളത് കൂടുതൽ അല എന്ന് പറഞ്ഞു. അല ദഹരിയ എങ്ങനെയാണ്? ഒന്നുകൂടെ ആയത്തിൽ തുറക്കുന്നു പതിക്കും. ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. ما شاء الله بارك الله ഷാറായിട്ട് ഓതിക്കണം. അവൻ്റെ പേരെന്താ? ആരാണ്? നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് പുതിയൊരു സൂറത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുക.